ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ വയനാടും ചേലക്കരയും നാളെ പോളിംഗ് ബൂത്തിലെത്തും. നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കുകയാണ് ഉദ്യോഗസ്ഥർ. അവർ ഏത് വിധേനയും ഇത് നിലനിർത്തുക എന്നുള്ളതാണ്, വോട്ട് ക്യാൻവാസ് ചെയ്യുക എന്നുള്ളതാണ്. കിറ്റ് വിതരണം ചെയ്തില്ലേ, ഈ മദ്യം കർണാടകത്തിൽ നിന്ന് മദ്യലോബിയുടെ സഹായത്തോടു കൂടി മദ്യം ഒഴുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഒരു ബൂത്തിലും ചെലവഴിക്കുകയാണ്. എന്തൊക്കെയാണ് ചെലവഴിക്കുന്നത്? ബിരിയാണി വെച്ച് കുടുംബങ്ങൾക്ക് കൊടുക്കുക, എന്നിട്ട് അതിങ്ങനെ കൊടുത്തു പോവുകയാണ്. അധികാരികളും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾ തീർച്ചയായിട്ടും അതിലൊന്നും വീഴാൻ പോകുന്നില്ല. ഈ വയനാട് മണ്ഡലത്തിൽ തന്നെ പല ആളുകളും ഒരു ഭീതിയുടെ നിഴലിലാണ്. വഖഫിന്റെ ഈ നോട്ടീസ് വന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അവർക്കൊരു പരിഹാരം വേണമെന്നുള്ള നിലയിൽ ഇന്ന് തലപ്പുഴ ഭാഗത്തുള്ള അങ്ങനെയുള്ള വീടുകളിൽ സന്ദർശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അവർക്കൊരു സംരക്ഷണ വലയം ഒരുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും വിശ്വാസവും സാധാരണ ജനങ്ങൾക്കുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിയർ ഫാക്ടർ അവിടെ വന്നതുകൊണ്ടാണ് അത്തരത്തിൽ കിറ്റുകളായിട്ടും ജനങ്ങളെ മറ്റു പല തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേലക്കരയിൽ നിന്ന് ശ്രീകാന്തും വയനാട്ടിൽ നിന്ന് ദീപക് ധർമ്മടവും ചേർന്നുണ്ട്. ആദ്യം ദീപക്കിലാണ്. ദീപക്, ഈ നിശബ്ദ പ്രചാരണ ദിവസവും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിക്കുന്ന മുന്നണികൾ, വിവരങ്ങൾ എന്തൊക്കെ? നിശബ്ദ പ്രചാരണ ദിവസം LDFിൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിൽ ഏർപ്പെട്ടു. എന്നാൽ പ്രിയങ്ക ഗാന്ധി ഉല്ലാസയാത്രയിലായിരുന്നു. വയനാട്ടിൽ ബാണാസുരയിലും മറ്റ് ഫാമിലുമായുള്ള യാത്രയിലായിരുന്നു. യാത്ര കഴിഞ്ഞ് അവർ അല്പം മുൻപ് താജിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് വസ്തുത. ഏതായാലും തീപ്പാറുന്ന പോരാട്ടം എന്ന് പറയാം. കാരണം പ്രചരണത്തിൽ മൂന്ന് മുന്നണികൾ ഒപ്പത്തിനൊപ്പമായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ഒരു മലമടക്കിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിലും അതൊരു പാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ തെരഞ്ഞെടുപ്പാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾ, ദേശീയ നേതാക്കൾ എല്ലാം തന്നെ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തു. കോൺഗ്രസിൻ്റെ മുൻപിൽ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം, വർദ്ധിത ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ് അവർ പ്രിയങ്ക ഗാന്ധിക്ക് ലക്ഷ്യമിടുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ അവരുടെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനവും അത് തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ മണ്ണിൻ്റെ മണമറിയുന്ന ഒരു നാട്ടുംപുറത്തുകാരനായ കമ്മ്യൂണിസ്റ്റുകാരൻ, കർഷക നേതാവ്, ആ നേതാവിലൂടെ ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ LDF ലക്ഷ്യമിടുന്നത്. സത്യൻ മൊകേരിയിലൂടെ, BJP ആണെങ്കിൽ നവ്യ ഹരിദാസിലൂടെ സ്ത്രീകളുടെ വോട്ടും ഒപ്പം തന്നെ മറ്റ് കേന്ദ്ര നേതാക്കളെ ഇറക്കിയുള്ള പ്രചരണവും നടത്തി. പ്രചരണത്തിൽ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നു. നാളെ വയനാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ജനവിധിയിൽ ഏതായാലും ഇവിടെ അട്ടിമറിക്കൊന്നും സാധ്യതയില്ല. വിധി UDFന് അനുകൂലമായിരിക്കും. പക്ഷേ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും ഇനി രാഷ്ട്രീയ ചർച്ച. ഏതായാലും ഈ ഭൂരിപക്ഷത്തിൽ വരുന്ന ചെറിയ വ്യത്യാസം പോലും ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാകും. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു ഇപ്പോൾ ചേലക്കരയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ പണം പിടിച്ച സംഭവം അടക്കം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ടല്ലോ ചേലക്കരയിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീകാന്ത്? ഇന്ന് ഈ നിശബ്ദ പ്രചാരണ ദിവസം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം അത്ര നിശബ്ദമായിരുന്നില്ല കാര്യങ്ങൾ. കാരണം വലിയ പൊട്ടിത്തെറികൾ ആങ്ങിങ്ങായി കാണാനുണ്ടായിരുന്നു. രാവിലെ ചെറുതുരുത്തിയിൽ ഏതാണ്ട് 20 ലക്ഷം രൂപ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. ആ 20 ലക്ഷം രൂപ ആർക്ക് കൊണ്ടുവന്നു എന്നത് സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ CPIM-ഉം കോൺഗ്രസും പരസ്പരം ഉന്നയിച്ചു. അതിൻ്റെ ഒരറ്റത്ത് BJPയും കയറി പിടിച്ചു. പിന്നീട് കണ്ടത് PV അൻവർ MLA-യുടെ സാഹസമായിരുന്നു. PV അൻവർ ചേലക്കരയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വാർത്താസമ്മേളനം വിളിച്ച് പോലീസിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അവിടേക്ക് വരുത്തിച്ചു. പിന്നീട് അവരുമായി ഏറ്റുമുട്ടി. അങ്ങനെ സംഭവബഹുലമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയാതിരിക്കാനാവില്ല. പക്ഷേ സ്ഥാനാർത്ഥികൾ പതിവ് പോലെ രാവിലെ തന്നെ എഴുന്നേറ്റു. എല്ലാ സ്ഥലങ്ങളിലും വ്യക്തിപരമായ വോട്ട് തേടൽ അവരുടെ ഭാഗത്തു നിന്ന് നടന്നു. പ്രവർത്തകരടക്കമുള്ളവർ അവരവർക്ക് സ്വാധീനമുള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലാം ഈ വോട്ട് തേടുന്നതിന് വേണ്ടി, വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. ഇന്ന് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചെറുതുരുത്തി സ്കൂളിൽ നടക്കുകയുണ്ടായി. പോളിംഗ് ഉദ്യോഗസ്ഥർ അതെത്തി ഏറ്റുവാങ്ങി അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോയിക്കഴിഞ്ഞു. പോലീസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 600-ലധികം പോലീസുകാരുണ്ട്. അത്ര തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ നിശ്ചയിച്ചിട്ടുണ്ട് ഈ ചേലക്കര മണ്ഡലത്തിൽ. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇനി രാത്രിയിലെ പരിപാടി ഈ പ്രവർത്തകരുടേതാണ്. അവർക്ക് രാത്രി ബൂത്ത് കെട്ടലുണ്ട്. പിറ്റേന്നത്തെ ബൂത്ത് ഏജന്റുമാർ, ഇൻ ഏജന്റുമാരെ, ഔട്ട് ഏജന്റുമാരെയും ഒക്കെ നിശ്ചയിച്ച് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കലുണ്ട്. അതൊക്കെ തന്നെ ഇനി രാത്രികാലങ്ങളിലാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. LDFനും UDFനും BJPക്കും ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ചേലക്കരയിൽ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
LDFന്റെ കുത്തക സീറ്റായിരുന്ന ഈ ചേലക്കര അത് കാൽ നൂറ്റാണ്ടിന് ശേഷം ഒന്ന് വിറപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് UDFനും BJPക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. LDF പക്ഷേ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ പട്ടികജാതി സങ്കേതങ്ങൾ മറിയില്ല, അത് തങ്ങളുടെ ഉറച്ച വോട്ടുകളാണ്, കോട്ടകളാണ് എന്നവർ ഇപ്പോഴും വാദിക്കുന്നു. പക്ഷേ അവിടേക്ക് കുടുംബയോഗങ്ങളിലൂടെ കടന്നു കയറാൻ UDFും BJPയും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മറക്കരുത്. പക്ഷേ അതിനെല്ലാം ഒരു അന്തിമ ഫലമുണ്ടാകുമോ ശരി, എന്നറിയാൻ ശ്രീകാന്താണ് ചേലക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.